ഇപ്പോൾ 95 തുടങ്ങിയല്ലോ. അപ്പോൾ ഇപ്പോൾ 95 and like we had a split. ആന്റണി ഇൻവോൾവ് ആകുന്നത് 95 എങ്ങനെയുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ട് ബിസിനസ്സിൻ്റെ ഇത്രയും വർഷത്തിനിടയ്ക്ക്? 95 തൊട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ക്വൈറ്റ് എ ഗുഡ് പ്രോഗ്രസ്. ഓരോ വർഷം പ്രോഗ്രസീവ് ആണ്. യെസ് വെരി മച്ച്. പുള്ളി സാറ്റിസ്ഫൈഡ് ആണല്ലേ? യെസ്. ഇനി പുതിയ ഇപ്പോൾ എത്ര ബസ് ഉണ്ട് ആയിരിക്കും? ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്ലീറ്റ് അറൗണ്ട് 30 ഇതുണ്ട്. 30 ഉണ്ടല്ലേ. ഒരു ബസ്സിൽ ഫാദർ തുടങ്ങിയ ബിസിനസ്സാണ്. എക്സാക്ട്ലി. അപ്പോൾ ഇത്രയും വർഷം കൊണ്ട് കാര്യമായ ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. യെസ്, ഡാഡി സ്റ്റാർട്ട് ചെയ്തത് ഒരു പഴയ വണ്ടി കൊണ്ടാണ്. സോ നൗ വി ഹാവ് ടേക്കിംഗ് ഓൾ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ്. നിങ്ങൾ എങ്ങനെയുള്ള പാർട്ടീസിനാണ് റെന്റിന് കൊടുക്കുന്നത്? ഞങ്ങൾ ബേസിക്കലി ബസ്സസ് വി റെന്റ് ഔട്ട് ടു കമ്പനീസും ഫാക്ടറീസും അവരുടെ എംപ്ലോയീസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ. സോ ഓൺ എ കോൺട്രാക്ട് ബേസിസ്. അപ്പോൾ ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി കോൺട്രാക്ട് യെസ്. പിന്നെ സ്കൂൾസിന് അവരുടെ ചില കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും റെസിഡൻസ് ടു സ്കൂളിലേക്കൊക്കെ വി റെന്റ് ഔട്ട്. അപ്പോൾ ഈ 30 ബസ് അങ്ങനെ ഓടുന്നത്? ഓൾമോസ്റ്റ് ഓൾ ദ വെഹിക്കിൾസ് ആണല്ലേ. പിന്നെ ഹോളിഡേയ്സ് ആണെങ്കിൽ അവർ ഇങ്ങനെ പാക്കേജ് ടൂറിനൊക്കെ പോകും. കല്യാണം സീസൺ ആണെങ്കിൽ വി റെന്റ് ഔട്ട് ടു സൺഡേസ് ഒക്കെ ഹോളിഡേയ്സ് ആകുമ്പോൾ. ഇത് മുംബൈയിലെ ഏത് സ്ഥലത്താണ് ആദ്യം തുടങ്ങിയ ഫാദർ? ഡാഡി ഞങ്ങൾ ആക്ച്വലി ബേസ്ഡ് ഘാട്ട്കൊപ്പറിലാണ്. അവിടെ റെസിഡൻസ് ആണ് ഞങ്ങളുടെ. സോ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പോഴും വി ആർ ബേസ്ഡ് ഇൻ ഘാട്ട്കൊപ്പർ. അവിടെ തന്നെ ഒരു റെസിഡൻസി ഇവിടെ ഓഫീസ് പോലെ അവിടെ ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അല്ല ഇത് ന്യൂ ബോംബെ പറയുന്ന സ്ഥലം വാശി. ഘാട്ട്കൊപ്പറിന് ഓൾഡ് ബോംബെയില്ല. ഇവിടുന്ന് അറൗണ്ട് 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത്. മിസ്സസിന്റെ പേരെന്താ? ജാനറ്റ്. ഈ ബിസിനസ്സിൽ ഹസ്ബൻഡിന്റെ ബിസിനസ്സിൽ ഇൻവോൾവ് ആണോ? ഇല്ല, ഓൺലി ഹൗസ് വൈഫ്. വേറെ ജോലിയൊന്നുമില്ല. കുട്ടികളൊക്കെ? മോൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ? സീനിയർ കെജിയിലേക്ക് പഠിക്കും. അത് ശരി. എങ്ങനെയുണ്ട് ഫാമിലി ലൈഫൊക്കെ? ആണോ? എങ്ങനെയുണ്ട് ആന്റണി? ഗുഡ്, എൻജോയിങ്. ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെ വൈഫ്? എക്സലന്റ്. നിങ്ങൾ കേരള ഫുഡാണ് അതേ ബോംബെ ബേസ്ഡ്? കേരള ഫുഡ് ബോംബെ ബേസ്ഡ്. കാരണം മൈ മദർ ഇസ് എ വെരി ഗുഡ് കുക്ക്. ഞങ്ങൾക്ക് ബേസിക്കലി വി ആർ ദോ ക്രിസ്ത്യൻസ് ആയാലും നോൺ വെജ് അങ്ങോട്ട് അത്ര ഇതില്ല ഞങ്ങൾക്ക് താല്പര്യം. വി ആർ ബേസിക്കലി ഇൻ ടു വെജ്. ഈ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ നാട്ടിൽ പോകാറുണ്ടോ? ഇവിടെ തന്നെ ആയിരിക്കും? ഇവിടെ തന്നെ, ബോംബെയിൽ തന്നെ നോർമലി. കാരണം ഞങ്ങൾ ഈ ബിസിനസ്സിലായ കാരണം വെക്കേഷൻ നോക്കിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോവുക. ഐദർ സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ ദിവാലി വെക്കേഷൻ നോക്കിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകാമല്ലോ. ഇവിടുത്തെ വെക്കേഷൻ നോക്കിയിട്ട്? ഇവിടുത്തെ വെക്കേഷൻ നോക്കിയിട്ട്. അപ്പോൾ ക്രിസ്മസിനൊക്കെ ഞങ്ങൾക്ക് ഹാർഡ്ലി 8 ദിവസം ഇവിടെ ഹോളിഡേയ്സ് കിട്ടുമല്ലോ. ക്രിസ്മസ് ഇവിടെ തന്നെ എൻജോയ്? ക്രിസ്മസ് മാക്സിമം ബോംബെയിൽ തന്നെ. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എത്ര ദിവസമൊക്കെ നിൽക്കും? മാക്സിമം 1-1.5 മാസം നിൽക്കും. നിങ്ങൾക്ക് നാട്ടിൽ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണോ ഇഷ്ടം, അത് ഇവിടെ തന്നെ തിരിച്ചിങ്ങോട്ട് വരാനാണോ തോന്നുന്നത് ആ സമയത്തൊക്കെ? നാട്ടിൽ പോകുമ്പോൾ ഇനീഷ്യലി യെസ്, നാട്ടിലെത്തുമ്പോൾ ഒരു എന്തൂസിയാസം ഉണ്ടാവും. നാട്ടിൽ എങ്ങനെയും എത്തിക്കിട്ടണം. അവിടെ എത്തുമ്പോൾ അവിടുത്തെ ലൈഫൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ബോംബെയിൽ ലൈക്ക് വി ഹാവ് ഗോട്ട് നത്തിങ്. അവിടുത്തെ ആൾക്കാരുടെ ഒരു എൻജോയ്മെന്റും അവിടുത്തെ ഫാമിലി ലൈഫും റിലേഷൻഷിപ്പ്. കാരണം ബോംബെയിൽ നമ്മൾക്ക് ഹാർഡ്ലി ഇനി റിലേറ്റീവ്സ് ഇല്ല. നാട്ടിൽ പോകുമ്പോൾ നമ്മളുടെ മമ്മിയുടെ സൈഡിൽ ഡാഡിയുടെ സൈഡിൽ നിന്നും അച്ഛനും അമ്മായിമാരും ഒക്കെ എല്ലാവരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു കസിൻസ് അവിടുന്ന് കാണുമ്പോൾ അവിടുത്തെ ഒരു നമ്മളെ റിലേഷൻസിനെ കാണുമ്പോൾ ഒരു എൻജോയ്മെന്റ്, അത് ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. അത് ഇവിടെ ഇല്ല. ലൈക്ക് ഇത് ഒരു ഐസൊലേറ്റഡ് പോലെ നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ ബസ് അത്രേ ഉള്ളൂ. റിലേഷൻഷിപ്സ് ആരും ഇല്ല ഇവിടെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞ കൂടുതൽ ജീവിതം എൻജോയ് ചെയ്യാൻ നല്ലത് ശരിക്കും നാട്ടിൽ. യെസ് വെരി മച്ച്. പക്ഷെ എന്നാലും നമ്മൾ ബിസിനസ് ചെയ്യാം. നമ്മുടെ ലൈവ്ലിഹുഡ് ഇപ്പോൾ ബോംബെയിലായി ബേസ് ആയ കാരണം വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല നമ്മൾക്ക്. ആ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത കാരണം വി ആർ സ്റ്റക്ക് ഇൻ ബോംബെ. എന്തൊക്കെയാണ് ആന്റണിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? കേരളീയ ഫുഡാണ് കൂടുതൽ ഇഷ്ടം. കേരളീയ ഫുഡിൽ ഏതൊക്കെ ഫുഡ്? വെജിറ്റേറിയൻ ആണോ? ഇഷ്ടമാണ്. പിന്നെ നോൺ വെജും ആണോ? സാധാരണ ക്രിസ്ത്യൻസിൽ അധികം പേരും നോൺ വെജ്. ഞങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ ടൂവർഡ്സ് വെജ് ആണോ? കേരളീയ ബേസ്ഡ് ഫുഡാണ് ഇഷ്ടം. സ്പെഷ്യൽ ഫുഡൊന്നുമില്ല, വാശിയൊന്നുമില്ല, എന്നെ ഭക്ഷണം കിട്ടുമെന്നുള്ള വാശി ഒന്നുമില്ല. ടേസ്റ്റി ആയിരിക്കണം. അതെല്ലാവർക്കും പിന്നെ ടേസ്റ്റ് ഉള്ള ഫുഡ്. ഇനിയിപ്പോൾ ഈ ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു പുതിയ ഡെവലപ്മെന്റ്, പുതിയ മേഖല തിരിച്ചുവിടണം, അങ്ങനെയുള്ള ഇത് വർക്കൗട്ട് ചെയ്യണ്ടേ? ബസ് ഇതല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ ആലോചന ഉണ്ടോ? യെസ്, ഡൈവേഴ്സിഫൈ ചെയ്യുന്ന ഒരു ഇതുണ്ട്.
പ്രോസ്പെക്ട്സ് ഉണ്ട് അതിൽ നോക്കി ഞങ്ങൾ വി ആർ ട്രൈങ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻ ടു ദാറ്റ്. എന്താണ് ഐഡിയ എന്താണെന്ന് പറയാം. ട്രാവൽസിലാണ് പ്രോബ്ലി പാക്കേജ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആവണെങ്കിൽ പാക്കേജ് ടൂർസ് ആൻഡ് അത് ട്രാവൽസ് ചെയ്യുന്നില്ല ഇപ്പോൾ അല്ലേ? ഇപ്പോൾ അറ്റ് പ്രസന്റ് ഇല്ല, അതില്ല. ഞങ്ങൾ ബേസിക്കലി ഇൻ ടു ബസ് ഹയറിംഗ് തന്നെയാണ്. പക്ഷേ ഫ്യൂച്ചറിൽ വി പ്ലാൻ ടു മൂവ് ഔട്ട് ഇൻ ടു ദാറ്റ്. ഇവിടെ ടൂറിസം മേഖലക്ക് സാധ്യത എങ്ങനെയാണ് ബോംബെയിൽ? ഭയങ്കര സ്കോപ്പ് ഉണ്ട്, വെരി സ്കോപ്പ് ഉണ്ട്. കാരണം ഇത് ഒരു ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ ആയ കാരണം ടൂറിസ്റ്റ് ഇൻഫ്ലോ ബോംബെയിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസ് അധികമില്ല. പക്ഷെ ഇവിടെ ഇതൊരു മെയിൻ എയർപോർട്ടും വേറൊരു പോയിന്റ് ആയ കാരണം ഇവിടുന്ന് ട്രാൻസിറ്റ് പോയിന്റ് ആയ കാരണം കുറെ ഒക്കെ ആൾക്കാർ ടൂറിസ്റ്റ് ഹബിന് ഭയങ്കര സ്കോപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ മേഖലയിലോട്ടൊന്ന് എത്തി നോക്കാനുള്ള എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് തുടങ്ങിയ വി ആർ ഓൾമോസ്റ്റ് ആണല്ലേ? അപ്പം ആ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കണം. പിന്നെ ഇവിടെ എങ്ങനെ മലയാളി ഫ്രണ്ട്സൊക്കെ അധികം ഉണ്ടോ? പള്ളി സംബന്ധം അങ്ങനത്തെ ഫ്രണ്ട്സ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഫ്രണ്ട്സ് മലയാളികളാണോ അതോ മുംബൈയിലുള്ള ഹിന്ദി ഇതിൽപ്പെട്ട ആൾക്കാർ? എല്ലാവരും മിക്സ് ആണ്. ഫ്രണ്ട്സ്. നിങ്ങൾ ഇതിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാറുണ്ട് ഇവിടെ? ഇങ്ങനെ ഓണത്തിൻ്റെ ഒക്കെ വരുമ്പോൾ ഓണസദ്യ അങ്ങനെ അതിലൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ? അല്ലാതെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു മലയാളി അസോസിയേഷൻ അങ്ങനെയുള്ള ഉണ്ടല്ലോ ബോംബെയിലുണ്ടല്ലോ ശരിക്കും? മലയാളി സമാജം ഉണ്ട്, കേരള മലയാളി അസോസിയേഷൻ മെമ്പേഴ്സ് അല്ലേ? അതിൽ എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സായി ഇരിക്കുന്നുണ്ട്, നോമിനൽ മെമ്പർഷിപ്പ്. ബട്ട് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ല അതിൽ. ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷൻ ഇല്ല. അതെന്താ ബിസിനസ്സിന് തിരക്കൊണ്ടാണോ? ബിസിനസ് തിരക്കും ഉണ്ടാവും. പിന്നെ പ്ലസ് ഞാൻ ബേസിക്കലി ബോൺ ആൻഡ് ബോട്ടപ്പ് ഇവിടെയാണ്. അപ്പോൾ ഒരു ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ ഒക്കെ എനിക്ക് അതൊരു ഹാൻഡിക്യാപ്പാണ്. ലാംഗ്വേജ് ബാരിയർ വരും ചിലപ്പോൾ. ലാംഗ്വേജ് ഒന്നും ഫ്ലുവൻ്റ് തോന്നുന്നുണ്ട്. മലയാളം അറിയാം, പക്ഷെ എന്നാലും ഫ്ലുവൻസി ഇല്ല. കാരണം ഞാൻ ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആയ കാരണം ആൻഡ് എനിക്ക് ഏതാണ് വായിക്കണമെന്ന് അറിയില്ല. ഇല്ല. ഐ ഡോണ്ട് നോ. വൈഫിന് അറിയോ? വൈഫ് ഇവിടെ തന്നെ ജനിച്ചു വളർന്നേ? കുറച്ച് നാൾ ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഓ അത് ശരിയാ.